ഹായ് എവരിവൺ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലയാളികളുടെ ഫേവറേറ്റായ ബീഫ് ഫ്രൈ. ഞാനിവിടെ എടുക്കുന്നത് 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറുതായി നുറുക്കി മാറ്റി വച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുക. കൂടാതെ 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും 2/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുമാണ്. ഇവ രണ്ടും ഞാൻ കഷ്ണങ്ങളായി ചെറുതായി ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും ചേർക്കാവുന്നതാണ്. ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതേ ബേസിനിലേക്ക് ഞാൻ ഇടുകയാണ്. അതോടൊപ്പം 1 പച്ചമുളകും ചോപ്പ് ചെയ്തത് ചേർക്കുന്നു. എരിവ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇവയെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. നന്നായി തിരുമിയെടുത്ത ശേഷം നമുക്കിനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 1-2 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള ഒരു 3-4 വിസിലുകൾ ലോ ഫ്ലെയിമിലും ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇറച്ചിയുടെ വേവും പ്രഷർ കുക്കറിൻ്റെ സൈസും അനുസരിച്ച് വിസിലുകളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാവും. ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതോടൊപ്പം സ്ലൈസ് ചെയ്ത് തന്നെ എടുക്കുക. തേങ്ങാക്കൊത്തിട്ട ബീഫ് ഫ്രൈ പലർക്കും ഇഷ്ടമാണ്. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ആവശ്യമുള്ള വിസിലുകൾ ആയി കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്ത് തുറക്കാതെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. കുക്കർ തുറന്നു നോക്കുമ്പോൾ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അത് കുറച്ച് വറ്റിച്ചെടുക്കുക. ഇനി ഞാനിവിടെ ബീഫ് ഫ്രൈ തയ്യാറാക്കാനുള്ള ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ആ തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലപോലെ ഒരു 10-15 സെക്കൻഡ് നേരത്തേക്ക് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് വേപ്പിലയും അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോളയെല്ലാം നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്ത ശേഷം നമുക്കിത് ഇനി തുടർച്ചയായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയത്ത് സ്റ്റൗ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. ഇനി തുടർച്ചയായിട്ട് ഇളക്കേണ്ട കാര്യമില്ല. 5 മിനിറ്റിൽ ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഒരല്പം മസാലപ്പൊടി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. വീണ്ടും ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കുറേശ്ശെ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഒരല്പം നെയ്യും പലപ്പോഴായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല സ്വാദായിരിക്കും. ഇളക്കുമ്പോൾ ബീഫ് ഉടഞ്ഞു പോകാതെ വളരെയധികം ശ്രദ്ധിക്കണം. ചിലർക്ക് നല്ലപോലെ മൊരിയിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് ഈ ഒരു പാകം വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇനിയും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കൂടുതൽ സ്വാദുണ്ടായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇടയ്ക്കിടയ്ക്ക് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും നെയ്യും ചേർക്കുന്നത് വളരെയധികം സ്വാദ് നൽകും. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ബൈ ബൈ.